എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും ഇത് വളരെ വിശാലമായ ഒരു വിഷയമാണ്. കാരണം ഒരറ്റത്ത് ഭാര്യമാർ ഭർത്താക്കന്മാരുടെ ജീവിതത്തിന്റെ കുത്തഴിഞ്ഞ ശൈലികളും പച്ചയായ വഞ്ചനകളും കണ്ട് സഹിക്കാൻ കഴിയാതെ ഒരു പിടി കയറിന്റെ മുമ്പിൽ അള്ളാഹു കൊടുത്തിരിക്കുന്ന ജീവിതം പോലും ഹോമിച്ചു കളയാനും ആത്മഹത്യ ചെയ്യാനും കൊതിച്ചു നിൽക്കുന്ന തരത്തിൽ ഒരു പറ്റം ഭർത്താക്കന്മാർ ജീവിതത്തിന്റെ ധർമ്മം എന്തെന്നറിയാതെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ മറുവറ്റത്ത് ഭാര്യമാരുടെ പച്ചയായ ജീവിതത്തിന്റെ മോശത്തരങ്ങൾ കണ്ടും പെരുമാറ്റങ്ങൾ കണ്ടും സഹിക്കാൻ കഴിയാതെ മനസ്സിന്റെ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം ചെറുപ്പക്കാര് ജീവിതം തന്നെ തുലച്ചു കളഞ്ഞാലോ നാട് വിട്ടു കളഞ്ഞാലോ എന്ന് പോലും ചിന്തിക്കുന്ന ഗതികേടിലാണ് കേരളത്തിന്റെ ഓരോ തെരുവോരങ്ങൾ. ഒരറ്റത്ത് ഭാര്യമാരാണ് ഭർത്താക്കന്മാരുടെ ജീവിതം കണ്ട് സഹിക്കാൻ വയ്യാതെ ഗതിമുട്ടി ജീവിക്കുന്നതെങ്കിൽ മറുഭാഗത്ത് ഭാര്യമാരാണ് ഭർത്താക്കന്മാരുടെ ജീവിതം കൊണ്ട് സഹിക്കാൻ കഴിയാതെ നടക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ജീവിതത്തിൽ കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയേണ്ട രണ്ട് മേഖലകളാണ് ഭാര്യ പദം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന പെണ്ണിന്റെ കർത്തവ്യവും ഭർത്തൃപദം അലങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഭർത്താവ് പദം അലങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന പുരുഷന്റെ ഉത്തരവാദിത്വം. പക്ഷേ ദൗർഭാഗ്യവശാൽ സച്ചരിതരായ അല്ലെങ്കിൽ നമ്മുടെ വഴികാട്ടികളായ നമുക്ക് ജീവിതം എന്തെന്ന് പഠിപ്പിച്ചു തന്ന ഒരു പതിറ്റാണ്ട് മുമ്പ് നമ്മുടെ മണ്ണുകളിൽ നിന്ന് മണ്ണറക്കൂട്ടുകളിലേക്ക് നഗരൂർ മുസ്ലിം ജമാഅത്തിന്റെ ചാരത്തുള്ള നൂറുകണക്കിന് വരുന്ന വിശ്വാസികൾ വിശ്രമിക്കുന്ന മണ്ണറക്കൂട്ടിന്റെ ഉള്ളവയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാവപ്പെട്ട പിതാക്കൾ, വിവരം കുറഞ്ഞ വിദ്യാഭ്യാസം കുറഞ്ഞ കേവലം കർഷകരും വിയർപ്പിന്റെ നറുമണം കൊണ്ട് അനുഗ്രഹീതമായ ആ ഭാഗ്യമുള്ള ബാപ്പമാരും ഉമ്മമാരും ജീവിച്ചിരുന്ന ജീവിതത്തിന്റെ സുന്ദരമായ ചുറ്റുപാടുകൾ എന്തോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിന്, ഈ സമുദായത്തിന്, ഈ ആധുനിക യുഗത്തിന് നഷ്ടപ്പെടാൻ പാടില്ല. കാരണം വിവര സാങ്കേതികതയുടെ 100% അവകാശപ്പെടാൻ പര്യാപ്തരായിട്ടാണ് 2013 അധുനാതന മനുഷ്യ മക്കൾക്ക് അല്ലാഹു വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗതയും പുരോഗതിയും നൽകി വരദാനമായി അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ തരത്തിലും ലോകത്തിന്റെ പടവുകളെ ചകിട്ടിമതിച്ചവർ എന്ന് സ്വയം അവകാശപ്പെടുന്നവരായി അധുനാതന മനുഷ്യൻ മാറുമ്പോ, കേരളക്കര മാറുമ്പോ 100% അഭ്യസ്ത വിദ്യരുടെ മാന്യത നടിക്കുന്നവരായി ഈ കേരളക്കരയിലെ ഇന്നത്തെ മനുഷ്യ വിഭാഗം മാറുമ്പോ തകർന്നു പോയത് ബെഡ്റൂമിന്റെ ഉള്ളറയിലെ ജീവിത സുഖങ്ങളാണ്. സുന്ദരമായി ജീവിക്കേണ്ട ജീവിതത്തിന്റെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സുന്ദരമായ വിശ്വാസ്യതയാണ് എല്ലാ തരത്തിലും നഷ്ടപ്പെട്ടു പോയത്. ഇവിടെയാണ് ഈ വിഷയത്തിന്റെ പ്രസക്തി. ഇവിടെയാണ് നിങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹീതമായ പള്ളിയിലെ സേവകർ, പള്ളി പരിപാലനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ടവരും നിങ്ങളുടെ ആത്മീയ അധ്യക്ഷനും നാട് കണ്ടറിഞ്ഞുകൊണ്ട് കാലം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ ഒരു വിഷയവുമായി എന്റെ മുമ്പിലേക്ക് എത്തുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഇസ്ലാം നിഷ്കർഷിച്ച ഭാര്യ? എന്താണ് ഇസ്ലാം പറഞ്ഞ ഭർത്താവ്? ഇതാണ് ഇന്നത്തെ ചർച്ച. നമ്മുടെ പള്ളി കമ്മിറ്റിക്കാർക്കും ഇമാമിനും അടക്കം പള്ളിയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ദീനിയായ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ട് സമയം തികയുന്നില്ല. പക്ഷെ അവരുടെ മുമ്പിൽ പള്ളിക്കാര്യം പോലും ചർച്ച ചെയ്യാൻ കഴിയാത്ത വിധം ത്വലാഖുകളും അതുപോലെ തന്നെ ജീവിതത്തിൽ നിന്ന് നിരാശകൾ കൊണ്ടുപോയി ഭർത്താവിന്റെയും ഭാര്യയുടെയും പരസ്പരമുള്ള ചതിയും വഞ്ചനയും കൊണ്ട് സഹിക്കാൻ കഴിയാത്തവരുടെ ഒരുപാട് ആവലാതികളാണ് നമ്മുടെ ജമാഅത്ത് കമ്മിറ്റികളുടെ ഓഫീസുകളിൽ കൂട്ടുകൂടി കുമിഞ്ഞുകൂടുന്നതെങ്കിൽ ഇത് മുസ്ലിമിന് ചേർന്ന പണിയല്ല. ഇത് കേവലം സമുദായം അനുഭവിക്കുന്ന പ്രശ്നമല്ല. ഇത് കേവലം നഗരൂര് മാത്രം അനുഭവിക്കുന്ന പ്രശ്നമല്ല. ഇത് സമൂഹത്തെ വല്ലാതെ ഗ്രസിച്ചു പോയ വല്ലാത്തൊരു മൂല്യച്യുതിയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇവിടെയാണ് ഈ വിഷയം ശ്രമിക്കേണ്ടത്. ആരാണ് ഭാര്യ? കേവലം കറിയിൽ ഒരൽപ്പം ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ ഭിത്തിയിലേക്ക് ഒട്ടിച്ചു ചേർക്കി വെക്കേണ്ട കേവലം ഒരു യന്ത്രമാണോ പെണ്ണ്? അല്ലെങ്കിൽ ഭാര്യ? എങ്ങനെ നബിത്തങ്ങൾ ഇവളെ കൊണ്ടു നടന്നത്? ഇവളെ എങ്ങനെ കൊണ്ടു നടക്കണമെന്നാ നബിത്തങ്ങൾ പഠിപ്പിച്ചത്? അവളിൽ നിന്ന് എന്തെങ്കിലും പെരുമാറ്റത്തിൽ അപാകതകൾ ഉണ്ടാകും. തീർച്ച ആ അപാകതകൾ ഉണ്ടാകുമ്പോ എങ്ങനെ അവളോട് പെരുമാറണം? പള്ളി കമ്മിറ്റിക്ക് ലെറ്റർ കൊടുക്കണോ? കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യണോ? കൗൺസിലിംഗിനെ വിധേയപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളുടെ ബെഡ്റൂമിലെ രഹസ്യങ്ങൾ വെളിവാക്കണോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ലെറ്ററുകൾ അടിക്കണോ? അതല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെ വേദനിപ്പിക്കണോ? ഇവിടെ ഇസ്ലാം എന്താണ് നിഷ്കർഷിക്കുന്നത്? ഇതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. എങ്ങനെ നബി ഭാര്യമാരെ കണ്ടു? എങ്ങനെ നബി തങ്ങൾ ഭാര്യമാരെ കണ്ടു? എന്തിനാ 11 ഭാര്യമാർ നബിക്ക്? എന്തിനാ 9 ഭാര്യമാർ നബിക്ക്? അല്ലേ?
9 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ 11 ഭാര്യമാരുണ്ടായിരുന്നു. എന്തിനാ നബി തങ്ങൾക്ക് ഇതൊക്കെ? നമ്മളെ പഠിപ്പിക്കാന്, ഭർത്താക്കന്മാരെ മനസ്സിലാക്കാന്. 9 ഭാര്യമാരോട് നബി തങ്ങൾ എങ്ങനെയാണ് സമീപിച്ചത്? 9 ഭാര്യമാരിലൂടെ ലോകത്തുള്ള പെണ്ണുങ്ങളുടെ പ്രകൃതികളാണ് നബി തങ്ങൾക്ക് അല്ലാഹ് മനസ്സിലാക്കി കൊടുത്തത്. 11 ഭാര്യമാരിലൂടെ ലോകത്തുള്ള പെണ്ണുങ്ങളുടെ അഭിരുചികളും വ്യത്യസ്തമായ ജീവിതത്തിന്റെ മോഹശൈലികളുമാണ് നബി തങ്ങളെ പഠിപ്പിച്ചത്. അതിലൂടെ നബി തങ്ങൾ 11 ഭാര്യമാരോടും എങ്ങനെയാണ് ഭർത്താക്കന്മാർ, ലോകത്തുള്ള ഭർത്താക്കന്മാരെ പെരുമാറേണ്ടതെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന ലോകത്തിന്റെ അജയ്യനായ നായകൻ ലോകത്തെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഈ ഭൂമി മണ്ണിലെ 63 സംവത്സര കാലത്തെ ജീവിതത്തിനിടയിൽ നബി തങ്ങൾ മോഹിച്ചത് എന്താണെന്നറിയോ? എന്താ നബി മോഹിച്ചത്? ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അനുഗ്രഹീതതയുടെ ദാതാവായ ലോകത്തിന്റെ മുത്തഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്ത് നഗരൂരുകാർ സലാം പിന്നിലാണോ ഉസ്താദേ? എല്ലായിടത്തും നല്ല ഉഷാറായിട്ട് സലാം പറയാം. മക്കളെ, യുവാക്കളൊക്കെ ഇരുന്നിട്ട് ഒന്ന് പ്രചോദനം കൊടുത്തേക്ക്. നബിയുടെ പേര് കേൾക്കുമ്പോ ഇങ്ങനെ ആയി പറ്റില്ല. എല്ലായിടത്തും നല്ല ഉഷാറായ എല്ലാവരും, എല്ലാ സ്ഥലത്തും. അടുത്ത് ചാത്തന്നൂരും അതുപോലെ തന്നെ നമ്മളിവിടെ ആലങ്കോട് അടുത്തൊക്കെ വന്നിട്ട് എന്തോ ഒരു ബഹളം എന്ന് പറയും. ബഹളം എന്ന് പറഞ്ഞാൽ നബിയുടെ സ്വലാത്ത് കൊണ്ടുള്ള ആവേശം നമ്മളായിട്ട് കുറയ്ക്കരുത്. ലോകത്തിന്റെ അജയ്യനായ നേതാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ആവേശത്തോടെ ഈ സ്വലാത്തുകൾ ഈ ഹൃദയത്തിൽ തട്ടി നിങ്ങൾ ചൊല്ലുമെങ്കിൽ മഴയൊക്കെ മാറി തരും. നിങ്ങൾ കണ്ടറിഞ്ഞു? നിങ്ങളെ സ്വലാത്തുകൾ ആവേശമായി മാറിയ സ്വലാത്തുകൾ പന്തലി വിരിക്കും ഈ മജ്ലിസിൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. ആ നബി തങ്ങൾ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും ആ നബി തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഭർത്താക്കന്മാരോട് നബി തങ്ങൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ ഭൂമി മണ്ണിൽ നിന്ന് എനിക്ക് പണത്തോട് മോഹമില്ല, എനിക്ക് വലിയ ടവറുകളോട് മോഹമില്ല, വലിയ ഫ്ലാറ്റുകളോട് മോഹമില്ല, നിങ്ങളെ ദുനിയാവിന്റെ സുഖലോലുപതകളോട് എനിക്കൊട്ടും മോഹമില്ല, നിങ്ങളെ ദുനിയാവിന്റെ മണ്ണ് ഞാൻ കൊതിക്കുന്നില്ല. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും നഗരൂരുകാരോട് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ അജയ്യനായ നേതാവ് മുഹമ്മദ് മുസ്തഫ ബുസ്റാ ലനാ മഅശറൽ ഇസ്ലാമി ഇന്ന ലനാ മിനൽ ഇനായത്തി റൂഹൻ ഗൈറ മുൻഹദിബി لما دعا الله داعينا لطاعته بأكرم الرسل كنا أكرم الأمم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞ നബിത്തങ്ങളുണ്ടല്ലോ, ഈ നബിത്തങ്ങളുടെ 63 സംവത്സര കാലത്തെ ജീവിതത്തിനിടയിൽ ഈ ഭൂമി മണ്ണിൽ നിന്ന് നബിത്തങ്ങൾ മോഹിച്ചത് എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ടവർക്ക് കേൾക്കണോ? നഗരൂരിലുള്ള അനുഗ്രഹീത ഭർത്താക്കന്മാർക്ക് കേൾക്കണോ? അവിടുന്ന് ഭൂമി മണ്ണിൽ നിന്ന് പെണ്ണിനെ, അവിടുന്ന് ഭൂമി മണ്ണിൽ നിന്ന് പണത്തെ മോഹിച്ചില്ല, അവിടുന്ന് സുഖലോലുപതയെ മോഹിച്ചില്ല, അവിടെ ആകാശത്തോളം ഉയർത്തിപ്പൊക്കുന്നതിനെ മോഹിച്ചിട്ടില്ല, അവിടുത്തെ ഇടമുണ്ടിലിരുന്നു കൊണ്ട് വല്ലാതെ പുകഴ്ത്തി പറയുന്നതിന് അവിടുന്ന് മോഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജീവിച്ച നബിത്തങ്ങൾ ഈ ഭൂമി മണ്ണിൽ നിന്ന് മോഹിച്ചത് ഏത് നബിയുടെ മോഹമാണെന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ദൗത്യവുമായി തമസിന്റെ ഉള്ളറയിൽ ജീവിച്ചിരുന്ന, കുഫ്രിയത്തിന്റെ ഉള്ളറയിൽ ജീവിച്ചിരുന്ന മക്കയിലെ കുഫാറുകളുടെ മുമ്പിലേക്ക് ഹിദായത്തിന്റെ വെള്ളി വെളിച്ചവുമായി കടന്നു ചെന്നുകൊണ്ട് സ്വർഗത്തിന്റെ അവാച്യമായ അനന്തമായ അനുഭൂതികളുടെ വിസ്മൃതികളിലേക്ക് ഏതൊരു സമൂഹത്തെ കൈപിടിച്ചുയർത്തപ്പെട്ടുവോ, ഏതൊരു സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ നിയോഗിക്കപ്പെട്ടുവോ,
ആ സമൂഹത്തിന്റെ കരങ്ങളാൽ തന്നെ പീഡനത്തിന് വിധേയപ്പെടേണ്ടി വന്ന നബിതങ്ങൾ, ആ പീഡനം കൊണ്ട് നബിതങ്ങൾ തങ്ങളുടെ വരിക്കനുസരിച്ച് നീങ്ങുന്നില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ അവസാനം മാനസികമായ പീഡനത്തിന് വിധേയപ്പെടുത്തി നോക്കി നബിതങ്ങളെ. പക്ഷേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനാധിഷ്ഠിതമായ ദൗത്യത്തിൽ നിന്ന് കാലിഞ്ച് പോലെ നബിതങ്ങളെ പിന്തിരിപ്പിക്കാൻ മാനസികമായ ശാരീരികമായ പീഡനം കൊണ്ട് ഇവർക്ക് സാധിച്ചില്ല എങ്കിൽ അവസാനം ഇവർ ചെയ്ത പണി എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ? അബൂജഹൽ അടക്കമുള്ള, ഉത്ബത്ത് അടക്കമുള്ള, ശൈബത്ത് അടക്കമുള്ള, അബ്ദുള്ള, അബ്ബാസ് ബിൻ മിർദാസ് അടക്കമുള്ള കൊലകൊല്ലന്മാര് നബിതങ്ങളെ സമീപിക്കുന്നു. കുത്തക മുതലാളിമാര് നബിതങ്ങളെ സമീപിക്കുന്നു. മക്കയിലെ കിരീടം ചൂടാത്ത രാജാക്കന്മാര് നബിതങ്ങളെ സമീപിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിന്റെ ആദർശത്തിൽ നിന്ന് നിനക്ക് പിന്മാറാമോ? നിന്റെ ആദർശം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ്? നീ പണമാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ നിനക്ക് ദിർഹമുകളുടെ കൂമ്പാരങ്ങൾ നിന്റെ മടിത്തട്ടിലേക്ക് തട്ടിത്തരാൻ ഞങ്ങൾ തയ്യാറാണ്. അതല്ല, നീ മോഹിക്കുന്നത് അധികാരത്തിന്റെ ചെങ്കോലുകളാണെങ്കിൽ ഈ മക്കയിലെ അധികാരത്തിന്റെ ചെങ്കോല് നിന്റെ കയ്യിലേക്ക് തരാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനപ്പുറമുള്ള സ്ഥാനമാനങ്ങളാണ് മോഹിക്കുന്നതെങ്കിൽ ആകാശത്തോളം ഉയർത്തപ്പെടുന്ന മോഹങ്ങളും സ്ഥാനങ്ങളും നിനക്ക് തരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ നിന്റെ ആദർശത്തിൽ നിന്ന് പിന്മാറുമോ മുഹമ്മദേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണമാണ് ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ ദൗർബല്യമെങ്കിൽ, പണത്തിന്റെ പേരിലാണ് കുടുംബ ബന്ധങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ, പണത്തിന്റെ പേരിലാണ് പള്ളിയിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തിക്കയറ്റുന്ന ലാഘവത്തോടെ കാണുന്ന കിരാതമായ അതിക്രമങ്ങൾ അധുനാതന മനുഷ്യന്റെ സംസ്കാരമാക്കി മാറ്റപ്പെടാനുള്ള കാരണം പണം ദൗർബല്യമായതിന്റെ പേരിലാണെങ്കിൽ, പണത്തിന്റെ പേരിലാണ് നിരപരാധികൾ അപരാധം ചേർത്തപ്പെട്ട തരത്തിൽ കരിങ്കൽ തുറങ്കലിൽ പോലും അടയ്ക്കപ്പെടുന്നതെങ്കിൽ, പണത്തിന്റെ പേരിലാണ് കുടുംബബന്ധങ്ങളും അയൽവക്ക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ചുമതല ചെയ്യപ്പെടുന്നതെങ്കിൽ, ആ നബിതങ്ങളെ കണ്ടറിഞ്ഞ് ജീവിച്ചോ പ്രിയപ്പെട്ടവരെ? നബിതങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് മക്കയിലെ കുഫാരികളോട് വിളിച്ചു പറഞ്ഞു, എന്റെ വലത് കൈത്തലമെങ്ങാനും നീട്ടിക്കൊടുത്തിട്ട് ആകാശ ലോകത്ത് വെട്ടിത്തിളങ്ങുന്ന സൂര്യബിംബത്തെ എന്റെ വലത് കയ്യിലൊന്ന് തരുമോ അല്ലാ എന്ന് ഞാൻ എന്റെ യജമാനായ റബ്ബിനോട് ചോദിച്ചാൽ, എന്റെ ഇടത് കൈത്തലമെങ്ങാനും നീട്ടിപ്പിടിച്ചുകൊണ്ട് 14 രാവിലെ പ്രശോഭിതമായ ആകാശത്തിന്റെ തെളിഞ്ഞ നീലിമയിൽ ഉദിച്ചു നിൽക്കുന്ന വർണ്ണശബളതയുടെ ചാരുതയുടെ സൗരഭ്യത്തിന്റെ പ്രതിബിംബമായ ചന്ദ്രബിംബത്തെ എന്റെ ഇടത് കയ്യിലൊന്ന് തരുമോ അല്ലാ എന്നെങ്ങാനും ഞാൻ യജമാനായ എന്റെ റബ്ബിനോടൊന്ന് ചോദിക്കേണ്ട താമസം ഈ പ്രപഞ്ചം മുഴുവനും എന്റെ അധീനതയിൽ അല്ലാഹു തആല ആക്കി തരും. അതിന് മാത്രം എനിക്ക് ഈ ഭൂമി മണ്ണ് അല്ലാഹു തആല വിധേയപ്പെടുത്തി തരുമ്പോ പിന്നെ എനിക്കെന്തിനാണ് നിങ്ങളുടെ ദുനിയാവിന്റെ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ? എനിക്കെന്തിനാണ് നിങ്ങളുടെ സ്ഥാനമാനങ്ങൾ? എനിക്കെന്തിനാണ് നിങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന ദിർഹമുകളുടെ കൂമ്പാരങ്ങൾ? എനിക്ക് വേണ്ട. നിങ്ങളെ ഭൂമിയിൽ നിന്ന് അതൊന്നും ഞാൻ കൊതിക്കുന്നില്ല. ഇല്ലാ മിൻ മൂന്ന് വസ്തുക്കൾ മാത്രം, വേറെ ഒന്നും ഞാൻ മോഹിക്കുന്നില്ല. എനിക്കൊന്നും വേണ്ട. നിങ്ങളെ ഭൂമി മണ്ണിൽ നിന്ന് ആകെ ഞാൻ കൊതിക്കുന്നത് 3 വസ്തുക്കളാണ്. ആ സഹോദരിമാരെ അതിനകത്ത് ഇരുത്തിയാൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ഇതിനകത്ത് കിടന്ന് ഇടിക്കും. ഇവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അവർക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കൂ. ഇല്ലെങ്കിൽ അവർക്ക് മാറ്റി ഇരുത്തേണ്ടി വരും. സാഹചര്യം തിരിയോന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെ ഇരുന്നോട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ മാത്രമേ നബിതങ്ങൾ ഇഷ്ടപ്പെട്ടു ഈ ഭൂമി മണ്ണിൽ നിന്ന്. ഏതാ 3 കാര്യങ്ങൾ എന്നറിയോ? ഇവിടെയായി വിശേഷിച്ചിട്ട് പൊള്ളണത് ഞാൻ സഹോദരിമാരുടെ അടുത്തോട്ട് കടന്നു വരുന്നേ ഉള്ളൂ. ഒന്നാമത്തത് അൽ മർഅ. നബിതങ്ങൾ പറഞ്ഞതാണ്, എന്റെ വൈകാരിക ശമനത്തിന് വേണ്ടി എനിക്ക് അല്ലാഹു വരദാനമായി തന്നിരിക്കുന്ന എന്റെ ഭാര്യമാർ ഭൂമി മണ്ണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു. അപ്പൊ ഒന്നാമത്തെ വസ്തു അവർക്കത് പറയാം, കാരണം പെണ്ണെട്ടിട്ടില്ലല്ലേ? ഉണ്ടോ? ഇല്ല. ശരി, അല്ലാഹു നല്ല ഇണകളെ തന്നെ അനുഗ്രഹിക്കട്ടെ. എന്തായാലും ചെറുപ്പക്കാർ വേണം ഇവിടല്ലേ പരിപാടിക്ക് യുവാക്കളെ. അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ വസ്തു അൽ മർഅ, പെണ്ണ്. ഏത് പെണ്ണ്? നമ്മളുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള ഉമ്മയാണെങ്കിൽ ഉമ്മ, സഹോദരിയാണെങ്കിൽ സഹോദരി. ഭാര്യയുടെ തൊലിവെളുപ്പ് കാണുമ്പോ ഉമ്മമാരെ തള്ളുന്ന മക്കൾ ശ്രദ്ധിച്ചോ?
അതുപോലെ തന്നെ ഭാര്യയുടെ തലയണ മന്ത്രം കൂടുമ്പോഴത്തേക്ക് സഹോദരിമാരെ ആട്ടിപ്പുറത്താക്കുന്ന സഹോദരങ്ങളും ശ്രദ്ധിച്ചോ. ഇതെല്ലാം വേണം. ഭാര്യയും വേദനിപ്പിക്കാൻ പറ്റൂല, നബിക്ക് പൊള്ളും. ഉമ്മയെയും വേദനിപ്പിക്കാൻ പറ്റൂല, നബിക്ക് പൊള്ളും. സഹോദരിയെയും വേദനിപ്പിക്കാൻ പറ്റൂല, നബിക്ക് പൊള്ളും. നബിക്ക് പൊള്ളിയാൽ നഷ്ടം വരണം എവിടെയെന്നറിയോ? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ മാ യഅതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹ്ദത്തിൻ ഇല്ലാ ഇസ്തമഊഹു വഹും യൽഅബൂൻ ലാഹിയതൻ ഖുലൂബുഹും. വെളിപ്പാടകളെ മഹ്ശറ. ധാരവാക്ക, എന്റെ വാക്കൊന്നുമല്ല. 6666 വരുന്ന ആയത്തുകളുടെ സമഞ്ജസ സമ്മേളനമായ വിശുദ്ധ ഖുർആൻ 3,21,180 പരം വരുന്ന അക്ഷരങ്ങളിലൂടെ ലോകത്ത് ബുദ്ധി കൊണ്ട് അനുഗ്രഹീതരായ മാനവകുലത്തിന്റെ മനുഷ്യരാശിയുടെ ഭൗതിക തലങ്ങളെ സവിസ്തരം പ്രതിപാദിക്കുന്ന ലോകത്തെ വിശ്വാസികളുടെ ആദർശ ദിശയും സമൂലം സമസ്ത മനുഷ്യന്റെ ഭരണഘടനയുമായ വിശുദ്ധ ഖുർആനായ എന്നോട് നിങ്ങളോട് സുന്ദരമായി താക്കീത് തരുന്നത് വെളിപ്പാടകളെ അന്ത്യനാൾ തൊട്ടടുത്ത മഹ്ശറ. എന്താ അത്? നാളെ പറയാം. നാളെ നമ്മളെ വിഷയമല്ലേ? ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് സംസാരിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ഈ മഴയത്തെ വിഷയം വേണ്ട, പക്ഷേ ഇച്ചിരി പൊള്ളു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നബിയെ മാനിച്ചില്ലേ? നമ്മളെ ഭാര്യമാരെ നമ്മൾ വേദനപ്പെടുത്തിയാലും സഹോദരിമാരായാലും ഉമ്മമാരായാലും പെൺമക്കളായാലും അവരെ വേദനിപ്പിച്ച നബി തങ്ങൾ ഈ ഭൂമി മണ്ണിലെ ആകെ ഇഷ്ടപ്പെട്ട വസ്തു അത് മാണിക്യം. നബി അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് അത് അംഗീകരിച്ചേ പറ്റൂ. എന്റെ ഭാര്യക്ക് സൗന്ദര്യം അതെ, പിന്നെ അതെന്തൊരു മാണിക്യം എന്നൊന്നും ചോദിക്കണ്ട, നമുക്ക് നിശ്ചയിച്ച ഇണയാ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാണിക്യമാണ്, കൊണ്ട് നടന്നേ പറ്റൂ. ഒന്നാമത്തെ വസ്തു അൽ മർഅ, പെണ്ണ്. അതുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നിന്ന് അപമര്യാദയായി പെരുമാറുന്ന തരത്തിലുള്ള 1-2 ചെറിയ വിഷയങ്ങൾ വന്നു. നമ്മളെ സാധാരണ നമ്മളെ ഭാര്യമാര് ചെയ്യും പോലെയൊന്നുമല്ല, കൊഞ്ഞനം കാണിക്കുന്ന സ്വഭാവം അങ്ങനെയുള്ള വർത്താനമൊന്നുമല്ല. പിന്നെയോ നമ്മളെ ഭാര്യമാരെ അടിയിട്ടുന്ന വർത്താനേ പറയൂ. ഇവിടുത്തെ സഹോദരിമാർ അങ്ങനെയല്ലല്ലോ, അല്ലേ മക്കളെ? അല്ലേ? നിങ്ങളാണ് എന്റെ പ്രചോദനം. അങ്ങനെയൊന്നുമല്ല. കാരണം എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകണം, നാളെ പറഞ്ഞ വണ്ടിയുടെ ഗ്ലാസ്. അപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊന്നുമല്ല, 1-2 ചെറിയ പ്രശ്നങ്ങള് ഇത് വന്നപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന നബി തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട പിതാവ് കണ്ടുവന്നു. ഉടനെ നബി തങ്ങളോടാണ്, പെണ്ണെ നിന്റെ ഈ പെരുമാറ്റം എന്ന് ചോദിച്ചുകൊണ്ട്, ആരാണ് നിന്റെ ഭർത്താവ് എന്നറിയുമോ? ആ ഭർത്താവിനോട് ഇങ്ങനെയാണോ നീ പെരുമാറുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകളാകുന്ന നബി തങ്ങളുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ശകാരിച്ചുകൊണ്ട് വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഭർത്താവിന്റെ ധർമ്മം നമ്മളെന്താ പറയാ? മാമ കൊടുത്തേക്ക്, നന്നായിട്ട് 4 ശരിക്കും കൊടുത്തേക്ക്. ഇവള് എന്റെ തല്ലുകൊണ്ട് മടുത്തിരിക്കുക, ഞാൻ ഇനി മാമായിയുടെ കൈകാര്യം ചെയ്യാം, അങ്ങനെയെങ്കിലും തീർന്ന് ഞാൻ രക്ഷപ്പെടുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നബിത്തങ്ങൾ പറഞ്ഞു, അരുത് അബൂബക്കർ, ഇവരിങ്ങനെ ഇവരെ വിട്ടേക്ക്. തൊടാൻ നബി സമ്മതിച്ചില്ല. നബി നല്ലതുപോലെ പെരുമാറി ജീവിച്ചു. ആ ഭാര്യമാര് ആ നബിത്തങ്ങൾ കാണിച്ചെന്ന മാതൃകയിൽ നിന്ന് നമ്മളെ ഭാര്യമാര് ഉപ്പ് കുറഞ്ഞതിന്റെ പേരിലും ആവശ്യമില്ലാത്ത സംശയങ്ങളും ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കും ഉസ്താദ് എന്ന് ചിലപ്പോൾ നഗരൂരുകാർക്ക് തോന്നിയേക്കാം, ചിലപ്പോൾ നമ്മളുണ്ടായെന്ന് വരില്ല. പച്ചയായി വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ അടുത്ത സമയത്ത് നമ്മുടെ ചുറ്റുവട്ടം പ്രദേശത്ത്, പോത്തങ്കോടിന് സമീപമുള്ള പ്രദേശത്ത് നിന്ന് ഒരു സഹോദരി വിളിച്ചിട്ട് വിഷമത്തോടെ പറയുക, ഉസ്താദെ ദുആ ചെയ്യണം, പച്ചയായിട്ടാണ് എന്റെ ഭർത്താവിനെ വഞ്ചിക്കുക. ഒരു പെണ്ണിന്റെ മാനസികാവസ്ഥ നമ്മളവിടെ മനസ്സിലാക്കണം. നമ്മളാണെങ്കിൽ സഹിക്കുമോ? ഇതൊന്നും വരാൻ പാടില്ലാത്തതിന് വേണ്ടി മാത്രം ഞാൻ വിവരിക്കുന്നേ ഉള്ളൂ. ഞാൻ ആ ഭാഗമൊന്നും നിങ്ങളോട് പറയുന്നില്ല. ആ സഹോദരി പറയേ, എന്റെ ഭർത്താവ് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞ പൊന്നുമോളെ, ഒരു പക്ഷെ നിന്റെ സംശയങ്ങളായിരിക്കാം. ഇല്ല ഉസ്താദെ, പാതിരാത്രി 10 മണി, 10:30 മണി, 11 മണി ഗൾഫ് ലോകവുമായി ബന്ധപ്പെട്ട് കിട്ടിയ ഒരു പരിചയക്കാരിയുമായിട്ട് എന്റെ മുമ്പിൽ കിടന്ന് ചൊല്ലുമ്പോ ഒരു പരിധിവരെ കേട്ടില്ലെങ്കിൽ സഹിച്ച് ഞാൻ അങ്ങ് ജീവിക്കും. പക്ഷെ ഇത് ഞാൻ തന്നെ കേൾക്കേണ്ടി വരുമ്പോ എന്റെ മാനസികാവസ്ഥ എന്താ? അതുകൊണ്ട് പരിഹാരം റബ്ബിലൂടെയുള്ള പ്രാർത്ഥനയിലൂടെ ഉത്തരം മാത്രമാണ്. അതുകൊണ്ട് ദുആ ചെയ്യണേ.
ഇതാണോ നമ്മുടെ ഭാര്യമാർ? ഇതാണോ നമ്മുടെ വീടുകൾ? ഉത്തരം പറയേണ്ടി വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നബി തങ്ങൾ ഇഷ്ടപ്പെട്ട വസ്തുവിനെയാണ് കണ്ണുനീര് കുടിപ്പിക്കുന്നത്. സത്യം മറക്കരുത്. അള്ളാന്റെ കോടതിയിൽ നിന്ന് നബി തങ്ങളുടെ ശഫാഅത്തിന്റെ റെക്കമെൻഡും വാങ്ങിക്കൊണ്ട്, ചീട്ടും വാങ്ങിക്കൊണ്ട്, ടിക്കറ്റും വാങ്ങിക്കൊണ്ട്, സുന്ദരമായി സ്വർഗത്തിലേക്ക് പോകാൻ കൊതിച്ചുകൊണ്ട് ശഫാഅത്ത് എന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി നബി തങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ പിടിച്ചു നിർത്തും നബി തങ്ങൾ. സ്വന്തം ഭാര്യമാരുടെ കണ്ണുനീരിന്റെ കണക്ക് പറയേണ്ടി വരും പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആലോചിക്കുക. ഒരുപാട് വീടുകൾ ഇത്തരത്തിൽ വേദനിക്കുന്നുണ്ട്. ഒന്നാമത് പറഞ്ഞ വസ്തു പെണ്ണ്, ഇൻഷാ അല്ലാഹ് തിരിച്ചു വരാം. രണ്ടാമത്തെ വസ്തു ഏതാ? നിങ്ങളെ ഭൂമി മണ്ണിൽ നിന്ന് രണ്ടാമത്തെ ഞാൻ ഇഷ്ടപ്പെടുന്ന വസ്തു അത്തറാണ്, സുഗന്ധം. വല്ലാത്ത ഇഷ്ടമായ എനിക്ക്. സുഗന്ധമൊക്കെ ഇച്ചിരി വാങ്ങിച്ചോ, ഒന്നും കുഴപ്പമില്ല. ഇച്ചിരി പൂശിയൊക്കെ നല്ല വൃത്തിയോട് കൂടി തന്നെ നടന്നോ, കുറയ്ക്കൊന്നും വേണ്ട. ഇച്ചിരി അത്രയൊക്കെ പൂശി ഇച്ചിരി മണമൊക്കെ വരട്ടെ. അതിനുവേണ്ടി ഇച്ചിരി പൈസ ഇച്ചിരി വില കൂടിയത് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ വസ്തു അത്തറ. മൂന്നാമത്തെ വസ്തു വജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ. നിസ്കാരമാണ് കൂട്ടരെ, നിസ്കാരം. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നാമത്തെ വസ്തു നിസ്കാരമാണ്. അതുകൊണ്ടാണ് മക്കയിലെ പ്രബോധന കാലത്തിനിടയിൽ നബി തങ്ങൾക്ക് താങ്ങാത്ത മനോവിഷമങ്ങൾ ശത്രുക്കളിൽ നിന്ന് വന്നപ്പോ താങ്ങാതെ മനസ്സ് മുഴുവനും ഭാരം നിറഞ്ഞുകൊണ്ട് കടന്നു വന്ന നബി തങ്ങൾ സഹിക്കാൻ വയ്യാതെ മനസ്സ് മുഴുവനും സംഘർഷഭരിതമായി സങ്കീർണമായി മാറിയപ്പോ ബിലാലിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അരിഹനായ ബിലാൽ, أرحنا يا بلال، أرحنا يا بلال، وجعلت قرة عيني في الصلاة. എനിക്ക് നിസ്കരിക്കണം ബിലാലേ, എനിക്ക് നിസ്കരിക്കണം ബിലാലേ. മനസ്സ് മുഴുവനും സങ്കീർണമാ, മനസ്സ് മുഴുവനും വിങ്ങിപ്പൊട്ടുകയാ. നിസ്കാരത്തിലൂടെ അല്ലാതെ എനിക്ക് പ്രതിവിധിയില്ല, നിസ്കാരത്തിലൂടെ അല്ലാതെ എനിക്ക് നിർവൃതിയില്ല, നിസ്കാരത്തിലൂടെ അല്ലാതെ എനിക്ക് സമാധാനമില്ല. അതുകൊണ്ട് നിസ്കരിക്കണം ബിലാൽ. അതിനവസരം ഒരുക്കി തരാൻ നബി തങ്ങൾ ചോദിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നിസ്കാരം കൊണ്ട് ആത്മനിർവൃതി കിട്ടുമെന്ന് പഠിപ്പിക്കുമ്പോ എവിടെയാണ് നമ്മുടെ നിസ്കാരം എത്തി നിൽക്കുന്നത്? നിസ്കാരം കൊണ്ട് പരിഹാരം നമുക്ക് കിട്ടുന്നുണ്ടോ? നഗരൂർ മുസ്ലിം ജമാഅത്തിന്റെ ആകാശത്തോളം ഉയരമുള്ള അനുഗ്രഹീതമായ മനോഹാരിതയുടെ പ്രതീകമായ അനുഗ്രഹീത പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ദിവസത്തിന്റെ രണ്ടറ്റം കൂട്ടുമുട്ടുന്നതിന്റെ ഇടയിൽ 5 തവണ വിശുദ്ധമായ സ്വർഗത്തിന് വേണ്ടി വിളിക്കപ്പെടുമ്പോ ആ വിളിക്ക് പോലും ഉത്തരം ചെയ്യാത്ത പൊന്നമോനെ, എവിടെയാണ് നിനക്ക് സമാധാനം കിട്ടുക? എവിടെയാണ് നിന്റെ റൂഹിന്റെ തിളക്കം കിട്ടുക? എവിടെയാണ് നിനക്ക് ജീവിതത്തിന്റെ സൽസരണ കിട്ടുക? എവിടെയാണ് നിന്റെ ഭാര്യ നിനക്ക് വഴിപ്പെടുക? എവിടെയാണ് നിന്റെ മക്കളുടെ ജീവിതം പുരോഗതിയിലേക്ക് ചെന്നെത്തുക? കണ്ടോ, നബിത്തങ്ങളുടെ മനസമാധാനം കെട്ടുപോയപ്പോ, നബിത്തങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം മുറ്റു നിന്നിട്ട് പാതിരാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ വന്നപ്പോ അല്ലാഹു തആല വഹി ഇറക്കി കൊടുക്കുന്നു, നബിത്തങ്ങളെ നിസ്കരിക്കുക. أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك في النهار سبحا طويلا واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا. വിശുദ്ധ ഖുർആന എന്താ പറഞ്ഞെന്നറിയോ? നബിയെ നിസ്കരിക്കുക, പാതിരാത്രി എണീച്ച് തഹജ്ജുദ് നിസ്കരിക്കുക നബിയെ. എല്ലാ വിഷമവും തീരും, എല്ലാ പ്രയാസവും തീരും. നിസ്കാരം നമുക്കില്ല, അതുകൊണ്ട് നമ്മളെ വിഷമങ്ങൾ തീരുന്നില്ല, നിസ്കാരം ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല. ഈ അടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് വാതിന് പോയിട്ട് ദുഹാ നിസ്കാരത്തിനായിരുന്നു. അവിടെ വീടുമായി ബന്ധപ്പെട്ട് മലക്കിറങ്ങുന്ന വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ലുഹാ നിസ്കരിക്കണം, ലുഹാ നിസ്കരിച്ച ആ ലുഹാ പതിവാക്കുന്ന വീട്ടിൽ മലക്കിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന നബിയുനാ വഹബീബുനാ റസൂലുള്ളാഹി. ഒരു സഹോദരൻ ചോദിക്കുകയും, ഉസ്താദേ, ലുഹാ നിസ്കരിക്കേണ്ടത് പാതിരാത്രി ഉറക്കെണീച്ചിട്ടാണോ?
ഇതാ കാലം. ഏതാണ് ദുഹായുടെ സമയം എന്ന് പോലും അറിയാത്തവരായി നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്തോ അവിടെ വിഷയം അങ്ങനെ നീണ്ടുപോകും, ഞാൻ തിരിച്ചു വരുന്നു. അപ്പോ ഒന്നാമത്തത് ഭാര്യ. അതുകൊണ്ടാണ് ഭാര്യയുമായി ബന്ധപ്പെട്ട നിക്കാഹ് കർമ്മത്തിന്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ കൈപിടിച്ചുകൊണ്ട് നമ്മുടെ ഹക്കീം ഉസ്താദ് നമുക്ക് സീക ചൊല്ലി തരുമ്പോൾ ഒരു പ്രതിജ്ഞ പറയലുണ്ട്. നമ്മളെല്ലാരും കൈപിടിച്ചവരാണ്. നമ്മൾ ചെന്നിരുന്നു അല്ലേ നഗരൂര് പള്ളിക്കകത്ത് ഉസ്താദ് ഹക്കീം ഉസ്താദ് കൈപിടിച്ചു, പെണ്ണിന്റെ ബാപ്പാടെ കൈപിടിച്ചു, നമ്മളെ മാമാന്ന് വിളിക്കുന്ന ബാപ്പാടെ സ്ഥാനത്താ. പിന്നെ നമ്മളെ കൈ പിടിച്ചു, പുതിയാപ്പിള്ളയുടെ കൈ പിടിച്ചു. ഇതിങ്ങനെ ഇങ്ങനെ വെക്കുമ്പോ തന്നെ കൈ ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കും. മക്കളെ വിറയ്ക്കരുത് കേട്ടോ, നാണക്കേടാട്ടോ. അവിടെ എല്ലാവരും കൂടെ കളിയാക്കും. കൈയൊക്കെ ഉറപ്പിച്ചിങ്ങനെ, ഇല്ലെങ്കിൽ 1-2 വേക്കിരുന്നിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കണം. അവിടെ വിറക്കില്ലാന്ന് പിടിച്ചെടുക്കണം. ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് വേണമെങ്കിൽ എന്നും പറഞ്ഞങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. എന്റെ മോളെ നിനക്ക് ഞാൻ നിക്കായി തന്നു 2 സാക്ഷികളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ മതി. ഉസ്താദ് അങ്ങനെയല്ല നിക്കായിൽ തന്നിട്ടുള്ളത് അല്ലേ, ഇങ്ങനെയല്ല നിക്കാ തന്നിട്ടുള്ളത്. പിന്നെയോ എടുത്തു വെച്ചിട്ട് ആദ്യം ഒരു പ്രതിജ്ഞ പറയും, ഇതല്ലാതെ ലോകത്തൊരു നിക്കാഹും നടക്കാറില്ല, ഒരു പള്ളിയിൽ നിക്കാഹ് നടക്കാറില്ല. നമ്മളെ ഉസ്താദും പറഞ്ഞുതരും ബിസ്മി ഹംദു സ്വലാത്തും സലാമൊക്കെ ചൊല്ലി കഴിഞ്ഞതിന് ശേഷം ഒരു അമ്മാബാഴൊക്കെ പറയും ചിലപ്പോ. ഇതും പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റ പറയാൻ പറയും. ആരോടാ പറയണ? ചെറുക്കനോട് പറയും, ശ്രദ്ധിച്ച് കേട്ടോ എന്ന് പറയും. കാരണം ഉസ്താദിനറിയാം ഇവന്റെ പണി പാടുവാണ്. അതുകൊണ്ട് ആദ്യമേ പറയും, മോനെ ശ്രദ്ധിച്ച് കേട്ടോ. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു ബാപ്പ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും, പറയാൻ തന്നെ പലർക്കും പറഞ്ഞുകൂടാ. ഉസബിച്ചുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പലതും. ഞാൻ ഈ അടുത്തൊരു കല്യാണത്തിന് കൈ പിടിച്ചിട്ട് ഉസബിച്ചുക എന്ന് പറഞ്ഞു. പറയാൻ തന്നെ പേടിയുണ്ട്. ഇവിടെ പിന്നെ അത്തരക്കാർ കാണില്ല. ഉള്ളി ഇത്തിരി ദേശക്കാരനായിരുന്നു. എന്തോ ഒരു കുഴപ്പം പറ്റില്ല. ഞാൻ വീണ്ടും ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കിടന്ന് പിടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഞാൻ വീണ്ടും പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞെടുത്തപ്പോ പുള്ളി വീണ്ടും എന്തൊന്നും പറഞ്ഞ് തിരിഞ്ഞില്ല. ഞാൻ മൂന്നാമതും ഉസബിച്ചുക്കാന്ന് പറഞ്ഞു. പുള്ളി സൂക്ഷിച്ചിട്ടുണ്ടോ നോക്കി. ഇനി ഒന്നും കൂടെ പറയണമെങ്കിൽ മണ്ട ഞാൻ അടിച്ചു കീറുന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ല, ബാക്കി അങ്ങ് പറഞ്ഞു. നമ്മളെ പള്ളി സെക്രട്ടറി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. പുള്ളി പറഞ്ഞു, അത് ഒന്നും കൂടെ പറയുക അടിയപ്പ നടന്നില്ല. ഇതാദ്യം പറഞ്ഞു തന്ത. നമ്മളെ മാമ ബാപ്പാടെ സ്ഥാനത്ത് കാണേണ്ട മാമ ഇത് പറയാതെ ഒരു കല്യാണവും നടക്കാറില്ല. ഇത് പറയൽ നിബന്ധനയല്ല, എന്നിട്ടും പറയും. ഇതൊരു പുണ്യകർമ്മം എന്നതിനപ്പുറം ഇത് നിസ്കാരമല്ല, നിക്കാഹുമായി ബന്ധപ്പെട്ട നിർബന്ധ ബാധ്യത കടമയല്ല. ഇത് ഹിജാബും അല്ല, കബൂലും അല്ല. എന്നിട്ടും എന്തുകൊണ്ട് ഈ പ്രതിജ്ഞ പറയണമെന്നറിയോ? എന്താ ഈ പറയണെന്നറിയോ? ഇതൊരു പ്രതിജ്ഞയാ. പ്രതിജ്ഞ പൊളിക്കുന്നവരാരാ? ആരാ കരാറുകൾ ലംഘിക്കുന്നവർ? മനസ്സിലാക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പെണ്ണിന്റെ ബാപ്പയുടെ ഒരു നിസ്സഹായത ഇതിനകത്തുണ്ട്. നമ്മളെ ബാപ്പാമാരുടെ ഒരു നിർബന്ധിത ഒരു അവകാശം ഇതിനകത്തുണ്ട്. എന്താ പറയണമെന്നറിയോ? പൊന്നു മോനെ, നിനക്ക് ഞാൻ കെട്ടിച്ചു തരേ, ഇണയാക്കി തരേ. അല്ലാഹു ഏതൊന്നുകൊണ്ട് കൽപ്പിക്കപ്പെട്ടുവോ അതേ നിയമപ്രകാരം, അതേ ശറഅ് വിധിച്ച നിയമപ്രകാരം പൊന്നുമോനെ നിനക്ക് ഞാൻ എന്റെ പൊന്നുമോളെ കല്യാണം കഴിച്ചത്. എന്റെ സ്വർണ്ണമോളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. തറയിൽ വീണാൽ ഇറുമ്പരിക്കും, തലയിലിരുന്ന് ഉറുമ്പരിക്കും, അല്ല പേനരിക്കും എന്ന തരത്തിലെ ഞാൻ വളർത്തിയത് എന്റെ മോളെ. ആ പൊന്നുമോളെയാ നിന്റെ കയ്യിലേക്ക് തരേണ്ടത്. അതുകൊണ്ട് നീ കൊണ്ട് നടക്കുന്ന കാലൊക്കെ നല്ലോലെ കൊണ്ട് നടക്കണേ മോനെ. അതിനെ ഇടിക്കരുത്, അതിനെ ചവിട്ടരുത്. നിന്റെ കൈക്കരുത്ത് ആ ബലഹീനമായ ശരീരത്തിൽ വെക്കരുത്. കാരണം ഇതൊന്നും എന്റെ മോള് താങ്ങൂല. ഒരുപാട് അപാകതകൾ അവളുണ്ട്. കാരണം ഞാൻ അങ്ങനെ സ്നേഹിച്ച് വളർത്തിയതാ എന്റെ മോളെ. അതുകൊണ്ട് തന്നെ കുറെ പിഴവുകൾ അവൾക്കുണ്ട്. എന്റെ മോൻ അതൊക്കെ സഹിച്ചിട്ട് കൊണ്ടു നടക്കണം. ഇങ്ങനെയല്ല കഴുകാൻ ശവത്തിൽ നോക്കണം, അതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി എന്റെ കൈ ബാക്കി ഞാൻ കാണിച്ചു തരാന്നുള്ള രീതിയിൽ ശ്രദ്ധിക്കുക. പറയാൻ കേൾക്കാനുള്ളത് ഇടമക്കളെ തലയാട്ടി കൊടുത്തോളൂ. ഇനി നിനക്ക് അവളെ കൊണ്ടു നടക്കാൻ പറ്റൂല എന്നൊരു സാഹചര്യം വന്നാ
എന്റെ പൊന്നുമോൻ അവളെ ഒന്നും ചെയ്യരുത്, ഞാൻ തന്നതുപോലെ തിരിച്ചിങ്ങേപ്പിച്ചേക്ക്, ഞാൻ വളർത്തിക്കൊള്ളാം, എന്റെ കാലം കഴിയുന്നത് വരെ അവളെ ഞാൻ നോക്കിക്കൊള്ളാം. അതുകൊണ്ട് വളർത്തണമെങ്കിൽ നല്ലോലെ വളർത്തണം. നിനക്ക് വളർത്താൻ കഴിയാത്ത സാഹചര്യം വന്നാൽ അവളെ ഇനി തിരിച്ചു തന്നേക്ക്. ഒരു കേടും വരുത്തരുത്, ചെകിട്ടടിക്കരുത്, കണ്ണുകുത്തി പൊട്ടിക്കരുത്, അവളെ കൈ പിടിച്ചൊടിക്കരുത്, അവളെ കാലൊടിക്കരുത്, തന്നേക്ക്, ഞാൻ വളർത്തിക്കൊള്ളാം. ഒരു പിതാവിന്റെ നിസ്സഹായതയല്ലേ ഇത്? ഒരു പിതാവിന്റെ അവകാശമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഈ പ്രതിജ്ഞ നൂറുകണക്കിന് വരുന്ന വിശ്വാസികളെ നഗരൂർ മുസ്ലിം ജമാഅത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട്, അനുഗ്രഹീത ഇമാമിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പച്ചയായി പ്രതിജ്ഞ പറഞ്ഞിറങ്ങിയ ഞാനും നിങ്ങളും നമ്മുടെ ഭാര്യമാരെ കണ്ണുനീരിലാക്കുമെങ്കിൽ ഈ പ്രതിജ്ഞകൾ വഞ്ചിച്ചവരും ലംഘിച്ചവരുമായാണ് നിങ്ങളും. പ്രതിജ്ഞ ലംഘിച്ചവരാരെന്നറിയോ? നമ്മുടെ ആലങ്കോടുകാരാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ മക്കളെ വിളിക്കുക, ഇവിടെ ഇവിടെ പരിപാടി, എപ്പോഴാണ് എത്തുക, എന്തൊക്കെ പരിപാടി എന്നൊക്കെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. ഷംനാദ് കല്യാണം കഴിച്ചില്ലല്ലോ? ഷംനാദ് കല്യാണം കഴിച്ചു, അതുകൊണ്ട് താങ്ങി തൂങ്ങിയൊക്കെ വന്നത്. പക്ഷേ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ താന്ന് പറഞ്ഞില്ലേ മോനെ? നല്ല ചെറുപ്പക്കാരനാണ്. അവിടുത്തെ പരിപാടിക്ക് വേണ്ടി ഓടി നടക്കുന്ന കുട്ടികളായി ഇവർ കുറച്ചുപേര് ചേർന്നിട്ട് വിശാലമായ ഒരു പരിപാടിയൊക്കെ അവിടെ നടത്തിയിരുന്നു. നമ്മളെ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? എന്തോ ആവട്ടെ പ്രിയപ്പെട്ടവരെ, ഈ പ്രതിജ്ഞ പുതുക്കപ്പെടാതെ പറയപ്പെടാതെ ഒരു കല്യാണവും ഈ നഗരൂര് ജമാഅത്തിന് നടക്കാറില്ല. അതും എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി കാണിക്കുന്നത് മുഴുവനും പച്ചപഞ്ചര. ആരെ വഞ്ചിക്കുന്നു? അള്ളാനെ സാക്ഷി നിർത്തിയിട്ടല്ലേ പ്രതിജ്ഞ ചെയ്തത്? അള്ളാന്റെ മുത്തുനബിയെ കല്ലാനും കൊല്ലാനൊന്നും നമുക്ക് അവകാശം തന്നിട്ടില്ല ഈ വർഗത്തെ. നിങ്ങളോട് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് ഞാൻ അവരോടും കടന്നു വരുന്നുണ്ട്. ഇവരെ തല്ലാനും കൊല്ലാനും നമുക്ക് പറ്റൂല. ഇസ്ലാം എന്താ പഠിപ്പിച്ചെന്നറിയോ? എന്താണ് പെണ്ണിനോടുള്ള ധർമ്മം എന്ന് ഇന്നു വരെ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കയറി വരുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് അവളെ മുമ്പിൽ വന്നെത്തണം. അവൾക്ക് ഇനി എന്ത് വിഷമമുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഞാൻ കയറി വരുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ മുമ്പിൽ കടന്നു വന്നിരിക്കണം. നീ നിർബന്ധമാ. ഒരു അധികാരത്തിന്റെ സൗണ്ടാ. ഭർത്താവല്ലേ ഭരിക്കാൻ അവകാശപ്പെട്ടവൻ, അതുകൊണ്ട് അങ്ങനെ കടന്നു വരണം. പാവം അവള് ദുഃഖത്തിലാണ്, കരച്ചിലാണെങ്കിലും ബാപ്പ വയ്യാതെ രോഗം പിടിച്ച് ആശുപത്രി കിടക്കെ അവളെ ദുആ ചെയ്യേ, പടച്ചോനെ എന്റെ പൊന്നു വാപ്പാക്ക് പൊറുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരച്ചോട്ടിക്ക് അപ്പോഴാണ് ഇവൻ കയറി വരണത്. വന്ന് ഇനിയിപ്പോ ചിരിക്കാതെ പറ്റൂല. ഉടനെ എല്ലാം കൂടെ കഴിയൊക്കെ റെഡിയാക്കി വന്ന് ചിരിച്ച് കാണിച്ചിട്ടൊക്കെ പാവഞ്ഞ് വലിയ ഇല്ലേ? മോളെവിടെ? എന്റെ മോളെ എടുത്ത് നിന്റെ ഒക്കത്തുണ്ടായിരിക്കണം. നമ്മുടെ നിർബന്ധം രാത്രി കിടക്കാൻ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ സുന്ദരമായിരിക്കണം നീയും എന്റെ കിടക്കയും, അല്ലേ? അത്തറുണ്ടായിരിക്കണം, പൗഡർ ഇട്ടിരിക്കണം, കന്മശിയെങ്കിൽ കന്മശി നമ്മുടെ അവകാശമാണ്, ഇല്ലാന്നൊന്നും പറയുന്നില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് വേണ്ടത് മുഴുവനും നമ്മൾ അവരോട് പറയലുണ്ട്. പക്ഷേ ഇന്ന് വരെ പെണ്ണെ ഞാൻ എങ്ങനെയൊക്കെ നിന്റെ അടുത്ത് പെരുമാറണം, ബെഡ്റൂമിലേക്ക് ഞാൻ എങ്ങനെ കടന്നു വരണം, നിന്നോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഭർത്താവല്ലേ, പിന്നെ എങ്ങനെ ചോദിക്കുക? ഇസ്ലാം നിനക്ക് അവളെക്കാൾ പവർ കൂടുതൽ തന്നിട്ടില്ല. അദ്രിജാലു ഖവ്വാമൂന അലൻ നിസാ, ആപേക്ഷികമായി തന്നിരിക്കുന്ന ഒരു കടിഞ്ഞാണെന്നതിനപ്പുറം കുടുംബ ജീവിതത്തിന്റെ ചുറ്റുവട്ടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ നിനക്കും അവൾക്കും ഇസ്ലാം ഒരേ സ്ഥാനമാണ് തന്നത്. അതുകൊണ്ടാണ് നഗരൂരിലെ ഭർത്താവിനോട് അല്ലാഹുവിന്റെ ഖുർആൻ സംസാരിച്ചത്. വലഹുന്ന മിഥലുല്ലദീ അലൈഹിന്ന. ഈ ആയത്തിന്റെ അർത്ഥം അറിയോ? ഈ ആയത്തിന്റെ അർത്ഥം അറിയോ? സ്വഹാബത്ത് കണ്ണുമിടിച്ചു. ഭർത്താക്കന്മാരോട് അല്ലാഹു തആല സുന്ദരമായി താക്കീത് തന്ന ഭർത്താവിന്റെ ധർമ്മം പഠിപ്പിക്കുന്നു ആയത്തിലൂടെ. വലഹുന്ന മിഥലുല്ലദീ അലൈഹിന്ന. ഈ ആയത്ത് നഗരൂരിലെ ഭർത്താക്കന്മാരോടുള്ള സംസാരിച്ചതാണ്. മഹാനായ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മക്കളെ ഈ ആയത്ത് അല്ലാഹു ഭർത്താക്കന്മാരോട് സംസാരിക്കുകയാണ്. എന്താണെന്ന് സംസാരിക്കുന്നതെന്നറിയുമോ? വലഹുന്ന മിഥലുല്ലദീ അലൈഹിന്ന. നിങ്ങളുടെ ഭാര്യമാരുടെ അവകാശങ്ങൾ നിങ്ങൾ തിരിച്ചറിയണമെന്നും അവരുടെ സ്വപ്നങ്ങൾ നിങ്ങളിലൂടെയാണ് അവർക്ക് യാഥാർത്ഥ്യമാക്കപ്പെടേണ്ടതെന്നും അതുകൊണ്ട് ഭാര്യമാർക്കൊത്ത് നിങ്ങൾ അണിഞ്ഞൊരുങ്ങണമെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നഗരൂരിലെ ഭർത്താവ് എങ്ങനെ ജീവിക്കണമെന്ന് ഈ ആയത്ത് വെച്ചുകൊണ്ട് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്നു. ഇന്നലെ വരെ ഞാനും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരുങ്ങുമായിരുന്നില്ല. ഇന്നലെ വരെ ഞാനും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി
അത്തരവശമായിരുന്നില്ല. ഇന്നലെ വരെ ഞാനും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി വൃത്തിയാക്കുമായിരുന്നില്ല. പക്ഷേ എനിക്ക് വേണ്ടി അവൾ ഒരുങ്ങി ചമയൽ എനിക്ക് നിർബന്ധമായിരുന്നു. എങ്കിൽ ഈ ആയത്തിനെ പഠിപ്പിക്കുന്നത് പോരെ ഇബ്നു അബ്ബാസ്, നിന്റെ ഭാര്യയുടെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൾക്കൊത്ത് നീയും ഒരുങ്ങണമെന്നാണ്. അതുകൊണ്ട് ഞാനും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഇന്നു മുതൽ ഒരുങ്ങുകയാണ്. ഞാനും എന്റെ ഭാര്യയ്ക്ക് വേണ്ടി അത്തരവശുകയാണ്. പകലന്തിയോളം പണിയെടുത്ത വിയർപ്പുകളും ക്ഷീണവും രാത്രി നേരത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാനിതാ കുളിച്ചു മാറ്റുന്നു. എന്നിട്ട് പുതുമണവാളന്റെ ലുക്കോടുകൂടി ഞാനും എന്റെ ഭാര്യയെ പ്രാപിക്കാൻ പോകുന്നു. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ശൈലി. അതാണ് പുരുഷന്റെ, അതാണ് യുവാവിന്റെ, അതാണ് ഭർത്താവിന്റെ ധർമ്മമെന്ന് പഠിപ്പിക്കുമ്പോ അതാര് പ്രവർത്തിക്കുന്നില്ലയോ അവൻ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരല്ല. അങ്ങനത്തവരെ അല്ലാഹുക്ക് വേണ്ട. ഖുർആൻ ഒരാളുടെ ജീവിതമല്ലേ, അവരെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട, അവരെ ധർമ്മം അല്ലാഹുക്ക് വേണ്ട, അവരെ ജീവിതം അല്ലാഹുക്ക് വേണ്ട. അതുകൊണ്ട് നഗരൂരിലെ ഭർത്താവേ, നിന്റെ ഭാര്യയുടെ ആഗ്രഹം നിന്നോട് പറയുമ്പോ ആഗ്രഹത്തിനൊത്ത് തുള്ളാൻ നീ തയ്യാറായിട്ടില്ലേ? എല്ലാത്തിനും തുള്ളണമെന്നല്ല, അവളുടെ അവകാശവുമായി ബന്ധപ്പെട്ട അവള് പറയുന്ന മോഹങ്ങൾ, ഈ മോഹങ്ങൾ നീയാണ് നടത്തി കൊടുക്കേണ്ടത്. നിന്റെ മോഹവലയത്തിന്റെ ഉള്ളവയിലാണ് അവള് ജീവിക്കുന്നതെങ്കിൽ ആ മോഹം നടത്തി കൊടുക്കൽ നിന്റെ ബാധ്യതയാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ അതിനെതിരാണ് നിന്റെ ജീവിതമെങ്കിൽ നീ ഖുർആൻ അനുസരിച്ച് ജീവിച്ചവനല്ല. ഖുർആൻ അനുസരിച്ച് ജീവിച്ചവനല്ലേ? നിന്നെ അല്ലാഹുക്ക് വേണ്ട, അല്ലാഹുക്ക് നിന്നെ വേണ്ടേ, മുത്തുനബിക്ക് നിന്നെ വേണ്ട, അവർക്ക് നിന്നെ വേണ്ടേ, സ്വർഗം കാണാനുള്ള ഭാഗ്യം പോലും നിനക്കില്ല. ഇതൊരു വലിയ ഗൗരവമാണ്. ഇതൊരു ചെറിയ വിഷയമായിട്ടൊന്നും ആരും കാണരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഭാര്യ ഭർത്താവ് എന്നുള്ള ആ പദപ്രയോഗങ്ങളാണ് കൂടുതലും നമ്മളെ വഞ്ചിച്ചത്, ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ. ശരിക്കും പറഞ്ഞ ഭാര്യ ഭർത്താവ് ഈ പദം ചേരൂ. മലയാളത്തിൽ ഇങ്ങനത്തെ പദം ഉണ്ടാവുള്ളൂ. ഭാര്യ എന്ന് പറഞ്ഞാൽ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കാൻ അവകാശപ്പെട്ടവൻ അല്ലേ? ഭാര്യ എന്ന് പറഞ്ഞാൽ ആ ഭരണത്തിന് കീഴിൽ ജീവിക്കേണ്ടവൻ. ഇതല്ല ഖുർആൻ പറയണത്. നമ്മളെ ഉസ്താദ് പറഞ്ഞു തന്നെ എന്താണ് അർത്ഥം? നിനക്ക് ഞാൻ ഇണയാക്കി തന്നു. ഇത് ഒന്നൊന്നിനേക്കാൾ വലുതല്ല. സൗജ് സൗജത്ത്, ആ പദം തന്നെ ശ്രദ്ധിച്ചു നോക്ക്. സൗജ് സൗജത്ത്, ഒന്നിണ ഒന്ന് തുണ, ഒന്ന് തുണയെങ്കിൽ മറ്റത് ഇണ. പിന്നെ അത് അംഗമായി ബന്ധപ്പെട്ട ആപേക്ഷികമായ വിഷയങ്ങളിലുള്ള കടിഞ്ഞ എല്ലാ ഉത്തരവാദിത്വമൊക്കെ നമുക്ക് ചോദ്യം ചെയ്യപ്പെടുന്നതും എല്ലാം നമ്മളെ അവരെ ചോദിക്കുന്നതിന് മുമ്പ് ആ ഒരു ഉത്തരവാദിത്വം നമുക്ക് എന്നതിനപ്പുറം ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് വശങ്ങളാക്കിയിട്ടേ അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ളൂ ഭാര്യ ഭർത്താവിനെ. അതുകൊണ്ട് ഒന്നിനെ അടിച്ചമർത്താനൊന്നും നമുക്ക് പറ്റൂല. അതിനുള്ള അവകാശമൊന്നും നമുക്ക് തന്നില്ല, തൊടാൻ പറ്റൂലല്ലോ. അള്ളാഹ് ചോദിക്കുന്ന ആളെ, ഇവളെ ഈ കണ്ണുനീരുകൾക്ക് അള്ളാഹുവാണ് കണക്ക് പറയേണ്ടി വരുന്ന ആളെ, ഒരു സംശയമില്ല. ഇത് ഈ കണ്ണുനീരെന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹിന്റെ അനുഗ്രഹമാണ്. ഇത് അള്ളാഹുവിന് വേണ്ടി തന്നെ ചിലവഴിക്കേണ്ടതാണ്. നമ്മൾ അടിച്ച്, നമ്മളെ കരയിപ്പിച്ച്, നമ്മളെ വേദനിപ്പിച്ചിട്ട് ഇവള് കരഞ്ഞാലേ ഇത് നമുക്ക് വേണ്ടി കരയാനുള്ളതല്ല, ഇത് അള്ളാഹ്ക്ക് വേണ്ടി കരയാനുള്ളതാ. ഈ കണ്ണുനീരുകളുടെ എണ്ണം ചോദിക്കുമ്പോ ഇവള് പറയും എന്റെ ഭർത്താവ് ഇത്ര ഒലിപ്പിച്ചെന്ന്. അള്ളാഹ് വിളിച്ചെടുത്തും ഈ കണ്ണുനീരിന്റെ മറുപടി നീ പറയാൻ പറ്റുമോ? പറയോ? ഇതൊക്കെ ഇസ്ലാം അനുസരിച്ച് ഒരു പരുവത്തിന് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാനേ നമുക്ക് പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പഠിപ്പിക്കണതാ, നിങ്ങൾ അവർക്ക് വസ്ത്രമായതുപോലെ അവര് നിങ്ങൾക്കും വസ്ത്രമാ. വല്ലാത്തൊരു പ്രയോഗമാതൊക്കെ. ഇവിടെ ഞാൻ അതൊന്നും ഒരിക്കലല്ല. അറബി സാഹിത്യം പരിശോധിക്കുക, വാക്കിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ അവരുടെ വസ്ത്രം നിങ്ങളും നിങ്ങളുടെ വസ്ത്രം അവരും. ഒന്നിനേക്കാൾ മേന്മയെന്നൊന്നും പറയാനല്ല. പോട്ടെ, ഇതെല്ലാം സഹിക്കാം. ആരാ നമ്മുടെ ഭാര്യ എന്നറിയോ? ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവർ? ജീവിതത്തിന്റെ സ്വർഗമല്ല, ദുനിയാവിലെ മരിക്കുന്നതിന് മുമ്പുള്ള ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയോ? പറയാമോ? പറയാം. ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ? ആർക്കെങ്കിലും പറയാമോ? ഇല്ല, പണ്ടില്ല ഉസ്താദ് വാദം പറഞ്ഞ അതാ ഇവരായിരിക്കും. പണ്ടൊരു ഉസ്താദ് വാദം പറയാൻ കയറി. 3 ദിവസത്തെ വാദമേ ഉള്ളൂ. എല്ലാവരും പ്രതീക്ഷയോടെ വന്നിരുന്നു. ഉസ്താദ് ആദ്യമേ സ്റ്റേജിൽ കയറി. എന്നിട്ട് ചോദിച്ചു, ഇന്ന് ഞാൻ എന്താ പറയണേന്ന് അറിയാമോ എന്ന് ചോദിച്ചു. എല്ലാം ഒന്നും വേണ്ടി ആരും പറഞ്ഞു, ഇല്ല ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു.
നിങ്ങൾ ഒന്നും അറിയില്ലെങ്കിൽ പിന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തിരി എന്തെങ്കിലും അറിയാമെന്നുള്ളതേ പറയാൻ പറ്റും. അസ്സലാമു അലൈക്കും ഉസ്താദ് ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം എല്ലാവരും കൂടെ വന്നിരുന്നു. അപ്പൊ എല്ലാവരും കൂടെ തീരുമാനിച്ചു ഉസ്താദ് ഇന്ന് ചോദിക്കുകയാണെങ്കിൽ എല്ലാം അറിയാമെന്ന് പറയാം. ഉസ്താദ് കാര്യം വന്നിട്ട് ചോദിച്ചു അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ എന്താ പറയണമെന്ന് എല്ലാവർക്കും അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞ് അറിയാമെന്ന് പറഞ്ഞു. അറിയാമെങ്കിൽ പിന്നെ നിങ്ങളടുത്ത് പറയണ എന്തിനാ അസ്സലാമു അലൈക്കും. ആകെ 3 ദിവസത്തെ പരിപാടിയാണ്. ഉസ്താദ് 3-ാം ദിവസം വന്നു. അപ്പൊ ഇവരെല്ലാരും കൂടെ തീരുമാനിച്ചു നമുക്ക് കുറച്ചു പേർക്ക് അറിയാന്ന് പറയാം, കുറച്ചു പേർക്ക് അറിയണ്ട പറയാം. എല്ലാവരും എണ്ണം തയ്യാറാക്കി. 500 പേരുണ്ട്, 250 പേര്, 50 താത്താമാരെ എടുത്തു. എന്നിട്ട് നിങ്ങളെല്ലാരും കൂടെ അറിയാന്ന് പറയണം, ബാക്കിയുള്ളവർ അറിയണം. ഉസ്താദ് കയറി എല്ലാരും പ്രതീക്ഷയോടെ വന്നിരുന്നു. പടച്ചോനെ ഇന്നെങ്കിലും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റട്ടെ. അസ്സലാമു അലൈക്കും ഞാൻ എന്താ പറയണമെന്നറിയോ? കുറച്ചുപേര് പറഞ്ഞു ഞങ്ങൾക്ക് അറിയാം, കുറച്ചുപേര് പറഞ്ഞു അറിഞ്ഞൂടാ. ആ അറിയാന്നുള്ളവർ അറിഞ്ഞൂടാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക അസ്സലാമു അലൈക്കും. ഇതുപോലെ ഞാൻ എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചാണോ ഇരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയും, കുഴപ്പമൊന്നുമില്ല. ഏതാ? ഭാര്യ. ഒരു പോയിന്റ് ഇനി ആർക്കെങ്കിലും പറയാമോ? സ്വാലിഹത്തായ ഭാര്യ 2. ഈ നാട്ടിൽ സാധാരണ എല്ലാവരും ജീവിതം തകർന്നത് ഭാര്യ വന്നിട്ടെന്നാ പറയാ. ഇവിടെ എല്ലാവരും പറയുന്നത് ഭാര്യയാണ്. അല്ലാഹു തആല ബറക്കത്ത് നൽകുമാറാകട്ടെ. അത് അവരെ ജീവിതം കണ്ടിട്ടാണല്ലോ, അവരുടെ ജീവിതത്തിന്റെ ആ ഒരു സൗഭാഗ്യം കണ്ടിട്ടാണ്. അല്ലാഹു എന്നൊന്നും നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല അതൊക്കെ കൊടുക്കും, കുടുംബ ജീവിതമൊക്കെ ഭാഗ്യം. പക്ഷേ ഏറ്റവും വലിയ ഭാഗ്യം അതൊന്നും അല്ല. നമ്മൾ ഇന്ന് ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ? പക്ഷെ അല്ലാഹു തആല നേരത്തെ തന്നോണ്ട് നമ്മൾ അറിയാത്തതാ. ദുനിയാവിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം ഏതെന്നറിയോ? നമ്മൾ ഈ ചിരിക്കുന്ന നേരത്ത് പോലും ഒരുപാട് സഹോദരങ്ങൾ പൊട്ടി നിലവിളിക്കുന്നുണ്ട്. ഒരു ഭാഗ്യം കിട്ടാത്തതിന്റെ പേരിൽ ഒരുപാട് സഹോദരിമാർ ഈ ജീവിതം തന്നെ പാഴായി പോയെന്നോർത്ത് ജീവിതത്തിൽ നിരാശ കൊണ്ട് കഴിയുന്നുണ്ട്. ഈ ഭാഗ്യം കിട്ടാത്തതിന്റെ പേരിൽ ഏതെന്നറിയോ? ഖുർആൻ പരതി നോക്ക്. ഖുർആനിലെ കാണാം അതിനുത്തരം. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് ഒരു പുരുഷായുസ്സ് മുഴുവനും അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഒരടിമയുടെ സമർപ്പണ വിനീത വിധേയത്വത്തിന്റെ ധർമ്മമെന്ന ലോകത്തെ പഠിപ്പിച്ച അനുഗ്രഹീത പ്രവാചകനാണ് ഹസ്രത്ത് ഇബ്രാഹിം. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത് അന ദഅവതു അബി ഇബ്രാഹിം, എന്റെ ബാപ്പ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ വരദാനമാണ് ഞാൻ. നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുള്ള കാരണം അതാ. ഈ ഇബ്രാഹിം നബിയുടെ ജീവിതം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ദുആ കാണാം, ഒരൊറ്റ ദുആ, പ്രത്യേകിച്ച് ഒരു ദുആ, താനുമായി ബന്ധപ്പെട്ട ഒരു ദുആ. സക്കരിയ നബി എന്ന വലിയൊരു പ്രവാചകൻ, ഈ വലിയൊരു പ്രവാചകന്റെ ജീവിതത്തിനിടയിൽ തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ദുന്യാവാണ് കേട്ടോ, ആഖിറവുമായി ബന്ധപ്പെട്ട ആത്മീയതയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ വേറെയുണ്ട്. കഅബ ഒരു റെഡിയാക്കിയതും കഅബയ്ക്ക് വേണ്ടി ദുആ ചെയ്തതും അതുമായി ബന്ധപ്പെട്ടതൊക്കെ ഉണ്ട്. ഇതല്ലാതെ സക്കരിയ നബിയുടെയും ദുനിയാവിന്റെ ഭാഗ്യത്തിന് വേണ്ടി ചോദിക്കുന്ന ഒരു ദുആ ഉണ്ട്. ഏത് സക്കരിയ നബി എന്നെ പ്രിയപ്പെട്ടവർക്കറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി പ്രബോധനം നടത്തി ജീവിക്കുന്ന കാലയളവുകളിൽ അറുകൊല ചെയ്യപ്പെട്ട പ്രവാചകന്മാരിൽ ഒരു പ്രവാചകൻ മാത്രമാണ് സക്കരിയ നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനവുമായി കടന്നുകൂടുമ്പോ താൻ നിയോഗിക്കപ്പെട്ട സമുദായം തന്നെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു. അവസാനം അവര് വിളിച്ചു പറഞ്ഞു, സക്കരിയ, നിന്റെ ആദർശത്തിൽ നിന്ന് പിന്മാറാൻ നീ തയ്യാറായിട്ടില്ലെങ്കിൽ നിന്നെ അറുത്തു കൊന്നുകളയും സക്കരിയ. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോപണത്തിനും ഒരു താക്കീതുകൾക്കും മുമ്പിൽ അവര് വിട്ടുപോകില്ല, അവര് പിന്തിരിഞ്ഞു പോകില്ല. അതുകൊണ്ട് തന്നെ സക്കരിയ നബി അലൈഹിസ്സലാം പ്രബോധന ദൗത്യവുമായി ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. അവസാനം സക്കരിയ നബിയുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ച കശ്മലന്മാർ മഹാനെ കൊന്നു തീർക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന ഉടവാളുകളും എടുത്തുകൊണ്ട് രംഗത്തിറങ്ങുന്നു. അവരിൽ നിന്ന് സക്കരിയ നബി രക്ഷയ്ക്ക് വേണ്ടി ഓടി പറയുമ്പോ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന തെരുവോരത്തിലെ ഉണങ്ങിയ വലിയൊരു പൊത്തുള്ള മരം വിളിച്ചു പറഞ്ഞു, സക്കരിയ നബിയേ, ഇവരിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങക്ക് കഴിയില്ല തങ്ങളെ, അതുകൊണ്ട് ഉള്ളിലേക്ക് കയറി രക്ഷപ്പെടണേ തങ്ങളെ.
സക്കരിയ നബി അലൈഹിസ്സലാം ഈ മരപ്പത്തിന്റെ ഉള്ളിലേക്ക് കയറി അഭയം തേടുന്നു. പക്ഷേ ഇസ്ലാമിന്റെ ആജന്മ ശത്രുവും ബദ്ധശത്രുവുമായി ഇബ്ലീസ് ഇവർക്ക് ദുർമോദനം നൽകുന്നു. അത് പ്രകാരം ഇവരെ കടന്നു വരുന്നു. പാവപ്പെട്ട സക്കരിയ നബി ഇരിക്കുന്ന ഈ മരപ്പത്ത് മനസ്സിലാക്കുന്നു. എന്നിട്ട് സക്കരിയ നബി ഇരിക്കുന്ന അളവ് നോക്കിയിട്ട് അതിന്റെ മുകൾ ഭാഗം വെച്ച് വാളുകൊണ്ട് മുറിച്ചു മാറ്റുന്നു. എന്നിട്ട് മുറിക്കപ്പെട്ടതിന് ശേഷമുള്ള സക്കരിയ നബി ഇരിക്കുന്ന ഉണങ്ങിയ മരത്തിന്റെ മുകൾ ഭാഗം വെച്ച് ഈർച്ച വാളുകൊണ്ട് വന്ന പ്രബോധനത്തിലൂടെ സത്യധർമ്മത്തിലൂടെ വിശുദ്ധമായ സ്വർഗത്തിന്റെ അവാച്യമായ അനന്തമായ അനുഭൂതികളുടെ വിസ്മൃതികളിലേക്ക് ഏതൊരു സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ നിയോഗിക്കപ്പെട്ടുവോ അതേ സമൂഹം തന്നെ ഈ സക്കരിയ നബി എന്ന പ്രവാചകനെയും വെച്ചുകൊണ്ട് ഈ ഉണങ്ങിയ മരം ഈർച്ച വാളുകൊണ്ട് മുറിച്ചു കളഞ്ഞു. ഉലൈക മഅല്ലദീൻ അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ മിൻ ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خضوا سجدا وبكيا. ഈ അനുഗ്രഹീത പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിലുള്ള പാവപ്പെട്ട സക്കരിയ നബി എന്ന പ്രവാചകനെ ഈ മരം ഈർച്ച വാളുകൊണ്ട് പിളർന്നു മാറ്റുന്നതോടൊപ്പം രണ്ട് പിളർപ്പാക്കി കൊന്നു കളഞ്ഞു, മൃഗീയമായി അറുത്ത് കളഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, മൂർധാവിലൂടെ ഈർച്ചവാള് ആഴ്ന്നിറങ്ങുമ്പോ ശരീരത്തിലൂടെ വിലയുള്ള രക്തം കൂർന്നു വീഴുമ്പോ വല്ലാതെ വേദന കൊണ്ട് അസഹ്യമാകുമ്പോ ഒരു വട്ടം പോലും അല്ലാ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ ഒരു പ്രാവശ്യം പോലും ഈ പ്രവാചകൻ ചോദിച്ചിട്ടില്ല. ആ സക്കരിയ നബിയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ടോ? ആ സമയത്ത് ആ മൂർധന്യതയിൽ പോലും രക്ഷപ്പെടുത്താൻ ചോദിക്കാത്ത പ്രവാചകന്റെ ദുനിയാവിന്റെ ഭാഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഏതാണെന്നറിയോ? ഇബ്രാഹിം നബി എന്ന പ്രവാചകൻ, അചഞ്ചലമായി ജീവിച്ച പ്രവാചകൻ, ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവത്തിന്റെ അഗ്രഭാഗം അല്ലാഹുവിന് വേണ്ടി ബലി നൽകണമെന്ന് കൽപ്പന വന്നപ്പോ ആ കൽപ്പന വരേണ്ട താമസം ആ കൽപ്പനയ്ക്ക് പിന്നിലുള്ള മറ്റു വസ്തുക്കളുമായി ആകാശത്തിന്റെ വിരിമാറ് പിളർത്തിക്കൊണ്ട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമി മുന്നിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കല്ല് മുറിച്ചിട്ട് ആ കല്ലിന്റെ അരികു കൊണ്ട് തന്റെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗത്തിന്റെ അഗ്രഭാഗം അല്ലാഹുവിന് വേണ്ടി ബലി നൽകിക്കൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് അചഞ്ചലമായി പ്രഖ്യാപിച്ച അടിമ ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ പ്രവാചകൻ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിന് സെക്കൻഡുകൾക്ക് മുമ്പ് ആകാശ ലോകം വിങ്ങിപ്പൊട്ടി. മലക്കുകൾ ചോദിച്ചു, പടച്ചവനെ, ഇബ്രാഹിം നബി എന്തുകൊണ്ട് രക്ഷപ്പെടുത്തുന്നില്ല? നിന്റെ ഖലീല് കത്തിക്കരിയാൻ പോകുന്നു. ഏത് തീക്കുണ്ടാരം പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഉമ്മമാരെ റോഡിന്റെ സൈഡുകൾ കൊണ്ടിടുന്ന തീക്കുണ്ടാരം പോലല്ല. പിന്നെയോ അന്തരീക്ഷത്തിലൂടെ പറപറന്നു പോകുന്ന കഴുകൻ പോലും ഒറ്റമിട്ട് പറപറക്കുമ്പോ ചിറകുകൾ പോലും കരിഞ്ഞു പോയിട്ട് ഭസ്മങ്ങളായി ഭൂമി മുന്നിലേക്ക് കത്തിക്കരിഞ്ഞടങ്ങുന്ന തരത്തിൽ എരിച്ചടക്കുന്ന തീക്കുണ്ടാരം. ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോകെ ആകാശലോകം വിങ്ങിപ്പൊട്ടി. മലക്കുകൾ അല്ലാഹുവോട് പറഞ്ഞു, പടച്ചവനെ മോചിപ്പിച്ചേ പറ്റൂ. നിന്റെ ഖലീല. അല്ലാഹു പറഞ്ഞു, മോചിപ്പിക്കാൻ എനിക്കറിയാം, പക്ഷേ ഇന്നുവരെ എന്റെ ഖലീൽ ഒരു വാക്കിനോട് ചോദിച്ചിട്ടില്ല രക്ഷപ്പെടുത്താൻ. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിയിട്ട് ചെന്നിട്ട് പറയാം, അള്ളാഹിനോട് ഒരു വാക്ക് ചോദിക്കാൻ പറയാം. അള്ളാഹ്ക്കറിയാം ഇബ്രാഹിം നബിയുടെ മനസ്സും അടിമയുടെ ധർമ്മവും. പക്ഷെ മലക്കുകളെ കാണിച്ചു കൊടുക്കുകയല്ല, അവസരം കിട്ടുമ്പോഴൊക്കെ അള്ളാഹ് അവർക്ക് കൊടുക്കും. കാരണം അവർ പണ്ട് നമ്മളെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് ഒരു ചെറിയ പ്രശ്നം പറഞ്ഞവരാണല്ലോ അള്ളാഹ്. അതുകൊണ്ട് തന്നെ പറഞ്ഞു, നിങ്ങൾ പോയി ചോദിക്കാൻ പറഞ്ഞു. അവരുടെ മുമ്പിൽ അവരൊക്കെ ചെറുതാണ്, അള്ളാഹുടെ മനുഷ്യനാകുന്ന അടിമകളെ വലുതെന്ന് അള്ളാഹ് കാണിച്ചു കൊടുക്കേ. നേരെ ജിബ്രീൽ ഇറങ്ങിയ മലക്കുകളൊക്കെ പ്രതീക്ഷയോടെ പറഞ്ഞു വിട്ടു സയ്യിദിനെ. എല്ലാവരും ആശംസിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു. ഇബ്രാഹിം ജിബ്രീൽ അലൈഹിസ്സലാം ഭൂമിയിൽ ഇറങ്ങി. അപ്പോഴും ഒരു പ്രശ്നമില്ലാതെ ആളിങ്ങനെ മിണ്ടാതിരിക്കെ ഉടനെ നോക്കണേ, ഒരു അടിമയുടെ ജീവിതത്തിന്റെ ധർമ്മം. ഇതിനായി ഇബ്രാഹിം നബിയെ എല്ലാ ബലിപെരുന്നാളിനും അല്ലാഹു തആല നമ്മുടെ മനസ്സുകളിലൂടെ നമ്മുടെ പള്ളികളിലൂടെ ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അത്ഭുതമല്ലേ? നേരെ ഇറങ്ങി ആ സാഹചര്യമൊക്കെ നോക്കിയേ. നമ്മളൊക്കെ ആണെങ്കിൽ കണ്ണെന്ന് മാത്രമല്ല വെള്ളം വരിക, ആ സാഹചര്യമാ. കാരണം തീക്കുണ്ടാരത്തിൽ ഇങ്ങനെ നിൽക്കേ, വിറവിറച്ചിരിക്കേ. നേരെ ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു,
എന്താ ഇബ്രാഹിം നബിയെ ഇത്ര ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിട്ട് നിങ്ങൾ അള്ളാനോടൊരു വാക്ക് ചോദിച്ചില്ലല്ലേ? നിങ്ങളെ ചോദ്യത്തിന് അള്ളാഹ് കാത്തിരിക്കേ. നിങ്ങൾ രക്ഷപ്പെടുത്താൻ ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ ദുആ ചെയ്യണ്ട. ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ ഇപ്പൊ തീരും. ഇടിവെട്ടിക്കൊണ്ട് മഴ ഇപ്പൊ ഇവിടെ പെയ്തിറങ്ങും. ഇപ്പൊ കത്തിച്ചാമ്പലാവും. ഇത് കംപ്ലീറ്റ് ചാരമാകും. ഒന്ന് പറ ഇബ്രാഹിം നബിയെ. വലിയ പ്രതീക്ഷയോടെ ഇബ്രാഹിം നബിയുടെ ഉത്തരത്തിന് വേണ്ടി കൊതിച്ചു നിന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, പോടോ ജിബ്രീലേ, അള്ളാനോട് ചോദിക്കാനോ? അള്ളാനോട് ചോദിക്കാനോ? അള്ളാഹ്ക്ക് അറിയില്ലടോ ഞാൻ തീ കുണ്ടാരത്തിലാണ് വലിച്ചെറിയപ്പെടുകയെന്ന്. അല്ലല്ലേ എന്നെ പഠിച്ചത്? അല്ലല്ലേ ഈ തീ ഉണ്ടാക്കിയത്? ആ തീയിലേക്കല്ലേ ഞാൻ വലിച്ചെറിയപ്പെടാൻ പോകുന്നത്? അപ്പൊ അള്ളാഹ്ക്ക് അറിയാനാണല്ലോ ഞാൻ ഈ തീയിലേക്ക് എറിയപ്പെടുന്നെന്ന്. ആ അള്ളാഹ് തീരുമാനിക്കട്ടെ ഇബ്രാഹിമിനെ രക്ഷപ്പെടുത്തണോ വേണ്ടയോ എന്ന്. അള്ളാഹ്ക്ക് വിട്ടു. അള്ളാഹ്ക്ക് കത്തിക്കാമെങ്കിൽ അല്ല കത്തിക്കട്ടെ, അള്ളാഹ്ക്ക് രക്ഷപ്പെടുത്താമെങ്കിൽ അല്ല രക്ഷപ്പെടുത്തട്ടെ. ഇബ്രാഹിം ഒരു വാക്ക് ചോദിക്കുമെന്ന് ജിബ്രീലിലേക്ക് കരുതരുത്. ഇബ്രാഹിം എന്ന അടിമയുടെ ധർമ്മം. സഹോദരങ്ങളൊക്കെ വരുന്നിരിക്കും, ഉസ്താദ്മാരെ കണ്ടോ, അവർക്ക് എല്ലാവർക്കും ഇരിക്കാനുള്ള സാഹചര്യം ഒരുക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു രക്ഷയില്ല. ഇബ്രാഹിം നബി ചോദിച്ചില്ല റബ്ബിനോട്, ഇത് അടിമ. ചാത്തന്നൂരുകാരൊക്കെ വരുന്നുണ്ട്. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. KMYF-ന്റെ പ്രവർത്തകരുണ്ട്, അവിടുത്തെ സിദ്ദീഖ് ഉസ്താദ് ഉണ്ട്, സജി സാഹിബ് ഉണ്ട്, ചാത്തന്നൂർ ജമാഅത്ത് സെക്രട്ടറി ഷിബു ഖാൻ ഉണ്ട്. എല്ലാവരും ഉണ്ട്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും നമുക്ക് അവരൊക്കെ സ്വാഗതം. അകത്തോട്ടൊക്കെ കയറി സെക്രട്ടറി ഒന്ന് ശ്രദ്ധിച്ചോളേ. സാഹചര്യങ്ങളും സദസ്സൊക്കെ റെഡിയാക്കി കൊടുത്തേക്കണം, സഹോദരിമാർക്കായാലും സഹോദരങ്ങൾക്കായാലും.